right to freedom of religion. Right to freedom of religion. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. റീസെന്റ് നമുക്കറിയാം ഒരു രാജ്യം സെക്കുലർ രാജ്യമാണ്. ഡെഫിനറ്റ്ലി അവർ കൺട്രി അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് ബിക്കോസ് ദർ ഇസ് നോ നാഷണൽ റിലീജിയൻ. അതാണ് പോയിന്റ്. ഇപ്പൊ നമ്മളൊരു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അതൊരു ഇസ്ലാമിക് രാജ്യമാണ്. അപ്പൊ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വി ആർ നോട്ട് അറ്റ് ഓൾ സെക്കുലർ, വി ആർ എ പർട്ടിക്കുലർ റിലീജിയൻ ബേസ് ചെയ്ത രാജ്യം. പക്ഷെ ഇന്ത്യയുടെ കേസിൽ അങ്ങനെ ഒരു സ്റ്റാറ്റസ്, ഒരു സ്റ്റേറ്റ് സ്റ്റാറ്റസ് ഇല്ല. വി ആർ ന്യൂട്രൽ ഇൻ ദ കേസ് ഓഫ് എ റിലീജിയൻ. സോ ഒരു ന്യൂട്രൽ കൺസെപ്റ്റ് നമ്മൾ വെച്ച് പൊറപ്പിക്കുന്നുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. സോ വി ആർ ന്യൂട്രൽ ഇൻ ഓൾ ദ ആസ്പെക്ട്സ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ് റിലീജിയൻ ഉണ്ടോ? ഇല്ല. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ദർ ഈസ് നോ സ്റ്റേറ്റ് റിലീജിയൻ. ഓക്കെ, സ്റ്റേറ്റിന് ഒരു പർട്ടിക്കുലർ റിലീജിയൻ ഇല്ല. അപ്പൊ ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഈ റിലീജിയസ് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സിറ്റിസണോട് ഇന്ന ടാക്സ് പേ ചെയ്യണം എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 27. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആർട്ടിക്കിൾ 27 എന്താ ഡീൽ ചെയ്യുക? ആർട്ടിക്കിൾ 27 ഡീൽസ് വിത്ത് വൺ ഇമ്പോർട്ടന്റ് പോയിന്റ്, ദാറ്റ് സ്റ്റേറ്റ് will not compel any citizen to pay tax for religion. റിലീജിയസോ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഇത്ര ടാക്സ് അടയ്ക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ക്ലിയർലി മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 27. ഓക്കെ, അപ്പൊ എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ ജസ്റ്റ് നോക്കുന്നില്ല, ഞാൻ റഫ് ആയിട്ടുള്ള ഏരിയ എല്ലാം പറയാം, എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് പോവാം. സോ റിലീജിയസ് ഫ്രീഡത്തിൽ നമുക്കറിയാം 25, 26, 27, 28 ഈ 4 ആർട്ടിക്കിൾസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ 27 നമ്മളിപ്പോ മനസ്സിലാക്കി. ഓക്കെ, നൗ ദാറ്റ് ഈസ് 25. ആർട്ടിക്കിൾ 25 എന്താണ് മെൻഷൻ ചെയ്യാൻ നോക്കുക. ഈ 25 എന്ന ആർട്ടിക്കിൾ ഗ്യാരണ്ടി ദാറ്റ് ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീഡം ടു പ്രൊഫസ്. അതായത് ശരിക്കും പറഞ്ഞാല് ഇവിടെയുള്ള എല്ലാവർക്കും, ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഫ്രീഡം ടു പ്രൊഫസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഫസർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാന്നല്ലേ. അപ്പൊ ഏതെങ്കിലും ഒരു റിലീജിയസ് കൺസെപ്റ്റിനെ വേറൊരാൾക്ക് പറഞ്ഞ് പഠിപ്പിക്കാനുള്ള അവകാശത്തിനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഫ്രീഡം ഇന്ത്യ is giving to all of the citizens. So citizen of this country has the power or has the freedom to profess and also practice and propagate personal religion. ഇപ്പൊ നാളെ ഞാനൊരു സ്വാമിയായെന്ന് വിചാരിക്കുക. സോ എന്റെ പേര് അഭിഷേക്. സോ അഭിഷേകാനന്ദ സ്വാമി. ഈ സ്വാമിയായ ഞാൻ എന്റെ ശിഷ്യന്മാരെ ഉപയോഗിച്ച്, ഐ ഹാവ് ലോട്ട്സ് ഓഫ് ഡിവോട്ടീസ് ആൻഡ് ദോസ് ഡിവോട്ടീസ് ഹാവ് ദ ഫ്രീഡം ടു പ്രൊഫസ് മൈ കൺസെപ്റ്റ് ത്രൂ ഔട്ട് ദ കൺട്രി ആൻഡ് ദേ ക്യാൻ പ്രാക്ടീസ് മൈ ഐഡിയാസ് ആൻഡ് ദേ ക്യാൻ പ്രൊപ്പഗേറ്റ്. അവർക്ക് വേണമെങ്കിൽ നോട്ടീസോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ഫ്രീഡം ഉണ്ട്. So that is clearly mentioned in Article 25 of the Constitution. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ല, ശരിക്കും ഒരു കോമൺ പോയിന്റ് ഓഫ് വ്യൂവില് ഒരു കേസ് ഉണ്ട് ഇന്ത്യയില്. ദാറ്റ് ഈസ് ഈ ഒരു പ്രൊപ്പഗേറ്റോ പ്രാക്ടീസോ ഇതിന്റെ അടിയില് would not include right to convert ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കൺവേർഷൻ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കേസ് ഈ ആർട്ടിക്കിൾ 25 നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചു. Then we have the next important article, that is Article 26. Okay, Article 26 എന്താ? എല്ലാവർക്കും, so it is providing the right to establish
എന്തൊക്കെ? ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയൻസ് ആൻഡ് ചാരിറ്റി. ഓക്കെ, അപ്പൊ എനിക്ക് റിലീജിയസ് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു സ്കൂളോ കോളേജോ ഒക്കെ പണിയണമെങ്കിൽ അതിനൊക്കെ ഒരു പ്രോബ്ലം ഇല്ല, എനിക്കിവിടെ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ ആർട്ടിക്കിൾ 26 ഡീൽസ് വിത്ത് okay 26 deals with what the citizen of this country have the right to establish institution for religious and charity purpose. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ ലാസ്റ്റ് ആയിട്ട് ഒരൊറ്റ ആർട്ടിക്കിളിലൂടെ അതിൽ പറയാനുള്ളത്, ദാറ്റ് ഈസ് അബൌട്ട് ദ ആർട്ടിക്കിൾ 20. അതായത് മിസ്സായി പോയി 25 ആയി 26 ആയി 27. ഓക്കെ, 28 ആർട്ടിക്കിളിലൂടെ നമുക്ക് നോക്കി വെക്കാം. Okay, so 28 article എന്ന് പറഞ്ഞാൽ എന്താ? 28 article is related to the government funds. Okay, so education ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചില സ്കൂൾസ് ഉണ്ടാവും ഗവൺമെന്റ് ഫണ്ട് ഓർ എയ്ഡ്സ്, എന്തെങ്കിലും ഹെൽപ്പ്, ചെറിയ സപ്പോർട്ടൊക്കെ പലപ്പോഴും കിട്ടാറുണ്ട് ഫ്രം ദ സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇപ്പൊ നമുക്കറിയാം, ചില സ്കൂളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ. അപ്പൊ നമ്മൾ അതിനെ എയ്ഡഡ് സ്കൂൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? 50% പൈസ സ്റ്റേറ്റ് ഗവൺമെന്റ് വിൽ സപ്പോർട്ട് that particular institution and 50% they will raise themselves. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയും ഇവിടെ ഇന്ത്യയിൽ നമുക്ക് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ഔട്ട് ചെയ്യാം. സോ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇറ്റ് ഈസ് എ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. Every citizen of this country definitely have the ability or definitely have the freedom to profess, practice and propagate their own, whatever may be their own personal religion, clearly mentioned in Article 25. And 26 deals with the religious institution and its establishment. Okay, and 27, state will not compel any citizen to pay tax for the religion. And the Article 28 deals with the funding, government funding or the help or aid from the government for these institutions. And according to this chapter, India don't have any secular, don't have any religious status. There is no state religion. So India is a secular state. We are following a neutral concept related to the secularism. Okay, related to the religion. ഇത്രയും പോയിന്റ്സ് നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് ഓർത്തു വെക്കുക. Clearly explained in Article 25, 26, 27 and 28. That is right to freedom of religion. One of the most important fundamental rights. Okay, most important fundamental rights. ഞാൻ ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട് നോട്ട് ചെയ്തോളാം.